2 ദിവസമായിട്ട് കൂനൂറിലാണ്. 2 ദിവസമല്ല, ഇന്നലെ വന്നതാണ്. കുനൂറിൽ നിന്ന് തന്നെ പറയാം, കാരണം താഴെയാണേലും കുനൂറിൻ്റെ ഭാഗങ്ങളിൽ തന്നെയായിരുന്നു ഞാൻ താമസിച്ചത്. 2 ദിവസം അവിടെ തങ്ങി. കാരണം മറ്റൊന്നുമല്ല, മുൻപ് പറഞ്ഞ പോലെ തന്നെ കാലിന് നല്ല മസിൽ പെയിൻ ആയിരുന്നു. കാരണം നല്ല വേദനയായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഏകദേശം 28 കിലോമീറ്റർ കയറ്റം, കുത്തനെയുള്ള കയറ്റങ്ങൾ തള്ളിക്കയറ്റിയാണ് ഇങ്ങോട്ട് വന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് പറ്റിയത്. അത് രാവിലെ ഒരു 7 മണിക്ക് 6:30 ആയപ്പോൾ നമ്മൾ ഇറങ്ങിയതാണ്. 6:30-ക്ക് ഇറങ്ങി ഒരു 8:30യോടുകൂടി നമ്മൾ ഈ പാസിലെത്തിയെങ്കിൽ ഈ പാസിൽ നിന്ന് പിന്നെ 26 കിലോമീറ്ററോളം നമ്മൾ തള്ളിക്കയറ്റേണ്ടി വന്നു. അങ്ങനെ 26 കിലോമീറ്റർ തള്ളിക്കയറ്റി വന്നപ്പോൾ തന്നെ 8:30 ആയി. രാത്രി 8:30-ക്കാണ് അവിടെ എത്താൻ പറ്റിയത്. അങ്ങനെ അവിടുന്ന് പിന്നെ ആ ബസ് സ്റ്റോപ്പിൽ 2 ദിവസം റെസ്റ്റ് ചെയ്ത് അതിനുശേഷം ഇന്നലെ കൂനൂർ വന്ന് കൂനൂർ ടൗണൊക്കെ കറങ്ങിയതിന് ശേഷം നമ്മൾ പതിയെ ഇപ്പോൾ ഊട്ടി റോഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയെല്ലാം വ്യൂ പോയിന്റുകളാണ് വരുന്നത്. നമ്മൾ പതിയെ ചവിട്ടിപ്പോവാണ്. ചവിട്ടിപ്പോകാൻ പറ്റുന്ന ഈ റോഡിലെ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ദൂരം ചവിട്ടിപ്പോകുന്നത്. ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം ചവിട്ടിപ്പോകാൻ പറ്റുന്നത്. രാവിലെ മഴ തൂളുന്നുണ്ടായിരുന്നു. മഴ മാറി ഇപ്പം വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ചവിട്ടിപ്പോവാം. നമ്മുടെ ആ മടുപ്പൊക്കെ അങ്ങ് മാറി. മഴയാണ് നമ്മളെ വലയ്ക്കുന്നത്. മഴക്കാറുണ്ട്, എന്നാലും സാരമില്ല. പതിയെ ചവിട്ടി പോകാന്നത്രയും നമുക്ക് ചവിട്ടി പോയിട്ട് കയറിപ്പോവാം. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോഴത്തെ നമ്മളൊരു ചെറിയ ക്രോസിങ്, ഹൈറ്റ് ഇല്ലാത്ത ഏരിയ കേട്ടോ. ഇതിലെ ലോഡ് വണ്ടിയൊന്നും പിടിയല്ല. നോക്കി, ആ ബസ് തന്നെ പോകുന്നതാണ്. കൃത്യമാണത്. അണ്ണന്മാരൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അതേട്ടാ, പുള്ളി അവിടെ നിർത്തി. അതാണ് കുഴപ്പം. അവരെല്ലാം തിരിച്ച് കാണിച്ചേ പോകത്തുള്ളൂ. തിരിച്ച് കാണിച്ചാൽ മതി. അവർക്കെല്ലാം ഭയങ്കര സന്തോഷമാണ്. അപ്പം നമ്മുടെ ഇത് പഴയ ഷാരൂഖ് ഖാൻ്റെ പടമുണ്ട്, ദിൽവാലെ ദുൽഹനിയാലെ ലേ ജായേംഗി. അത് തന്നെ. അതിൻ്റെ അകത്ത് ചില ചെയ്യ എന്നുള്ള പാട്ട് ചെയ്ത ഏരിയയൊക്കെ അത്. ഈ പാലമൊക്കെ ഉണ്ട്. ഈ പാലമൊക്കെയാണ് ആ ഷൂട്ടിങ്ങിലുണ്ടായിരുന്നത്. താഴത്തെ അണ്ണന്മാർ പറഞ്ഞ കേട്ടോ, ഊട്ടിയിലോട്ട് കയറിയാൽ ഭയങ്കര റഷാവുമെന്ന് കണ്ടിട്ട് ഈ സൈഡിലുള്ള നമ്മൾ താമസിച്ച ആ ഏരിയയിലെ തേയിലത്തോട്ടത്തിൽ കൂടിയൊക്കെയാണ് ഈ ട്രെയിൻ ഓടിച്ച്. കാരണം രാവിലെ ഒരു ട്രെയിനെ മേട്ടുപ്പാളയത്ത് നിന്ന് മുകളിലോട്ടുള്ളൂ. അത് പിന്നെ ഉച്ചയ്ക്ക് വൈകുന്നേരം 6 മണിക്കാണ് തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് ആ സമയത്ത് ആ ലൈനിലായിരുന്നു കൂടുതലും ഷൂട്ടിങ് നടന്നതെന്നാണ് പറഞ്ഞത്. അവിടുത്തെ തേയിലത്തോട്ടത്തിന് നടുവിലൂടെ ട്രെയിൻ പോകുമ്പോഴൊക്കെയുള്ള ഷോട്ടുകളാണ് അന്ന് കണ്ടത്. അതുപോലെ തന്നെ ഇവിടം തൊട്ടുള്ള പാലം
പാലത്തിൻ്റെ മേൽ കൂടെ പോകുന്നതായിട്ടൊക്കെ കാണിക്കുന്നത്. അത് ശരിക്കും ഷൂട്ടിങ്ങിന് വേറെ ബോഗിയാണ് കേട്ടോ, ഈ ബോഗിയല്ല. ഇതിൻ്റെ ടോപ്പ് റാ മോഡലാണ്. അപ്പോഴത്തേക്ക് നമ്മളൊരു ചെറിയ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഒരു ചെറിയ വ്യൂ പോയിന്റ് അപ്പുറത്തോട്ട് വന്നിട്ടുണ്ട്. സൈക്കിൾ വെക്കാം. ഓക്കെ, സമ്മതിക്കുക കേട്ടോടി. ഇവിടെ നിന്നാണ് വെയിൽ, എന്നാലും നമുക്ക് നോക്കാം. ആഹാ, മഴ പെയ്തുകൊണ്ട് ചെടിവെള്ളം മൊത്തം. ട്രെയിൻ കയറി പോകുന്നുണ്ടോ? കണ്ടോ ട്രെയിൻ കയറി പോകുന്നത്? ആ, 5 മിനിറ്റിൻ്റെ വ്യത്യാസം. ഇപ്പോൾ കയറിപ്പോയത് മേട്ടുപ്പാളയം ട്രെയിനാണ്. ഇപ്പോൾ നമ്മൾ കടന്നു വന്ന പാലത്തിൻ്റെ അവിടെ നിന്നാണ്, പാലത്തിലൂടെയാണ് ആ ട്രെയിൻ കടന്നു പോയത്. ഇതുകൊണ്ട് ഇങ്ങോട്ടുള്ള റോഡിലോട്ട് കയറി വരുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടല്ലോ. അതുപോലെ തന്നെ അതേ ഈ ഭാഗം മുഴുവൻ സെമിട്രികളാണ്. സെമിട്രിയാണ് കേട്ടോ. ഇവിടെ ഏതോ ചർച്ചുണ്ട്, അതിൻ്റെ സെമിട്രിയാണ് കാണുന്നത്. മുകളിലേക്ക് മുഴുവൻ തേയിലത്തോട്ടങ്ങളാണ്. ഇതൊരു ഹോസ്പിറ്റലാണ്, കണ്ടോൺമെൻറ്റ് ജനറൽ ഹോസ്പിറ്റൽ വെല്ലിംഗ്ടൺ. നമുക്കവിടെ ഐലൻഡായിട്ട് കേരളത്തിലുണ്ടെങ്കിൽ ഇവിടെ ഹിൽ ടോപ്പിലാണ് വെല്ലിംഗ്ടൺ ഉള്ളത്. അപ്പോഴത്തെ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്, അതിൻ്റെ ഉള്ളിൽ അതിലേക്ക് വണ്ടികൾ ഇറങ്ങി വരുന്നതാണ്. ഇങ്ങനെ ഇങ്ങനെ ഹിൽ ടോപ്പുകളിലോട്ട് പോകുന്ന വണ്ടികൾ ഇങ്ങനെയാണ് പോകുന്നത്. നമുക്കിങ്ങനെ കയറി ഈ സൈഡിൽ കൂടെ പോയിട്ട് ആ റോഡ് വഴിയാണ് പോകേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മൂടിക്കിടക്കുന്ന കാലാവസ്ഥ ആയതുകൊണ്ട് അത്ര ക്ലിയർ ഒന്നും ആയിരിക്കില്ല നമ്മുടെ വീഡിയോസ്. അതുകൊണ്ട് മുഴുവൻ മഴക്കാറ് കയറി കിടക്കുകയാണ്. എപ്പോൾ വേണേലും മഴ പെയ്യാം. അതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരി കുഞ്ഞി, പോവാം. നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് വേറെ പൈസയുണ്ടോ? അപ്പോൾ ഈ ടിക്കറ്റ് എടുത്ത് തന്നെ അതിന്. അപ്പോൾ ശരി, നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലോട്ട് ചെല്ലുകയാണ്. അവിടുന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കട്ടെ. അപ്പോഴത്തെ നമ്മൾ അകത്തോട്ട് കയറുകയാണ്. ഒരാൾ അപ്പോൾ ശരി, നമ്മൾ ഗാർഡൻ്റെ അകത്തോട്ട് പ്രവേശിച്ചു. വരുമ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് മനോഹരമായി ഡിസൈൻ ചെയ്ത ഒരു ഗാർഡനാണ്. അടുത്ത ചെടികൾ മുഴുവൻ ഡാലിയയാണ്. അത് പൂത്തിട്ടില്ല, പുതിയത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇവിടുത്തെ തന്നെയാണ്, ബൊട്ടാണിക്കൽ ഗാർഡനിലെ തന്നെ ഡാലിയയാണ്. അപ്പോൾ അത് പൂക്കൾ കൊണ്ട് മനോഹരമാക്കിയ ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇതുണ്ടോ? പരശുരാമനെയാണ് കയറി വരുമ്പോഴേ പരപ്പുകൾ കൊണ്ടുള്ള ഒരു ആർച്ചുകളാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആർച്ചുകളൊക്കെ കടന്ന് നമ്മൾ പതിയെ മുമ്പോട്ട് വരികയാണ്. ഒരുപാട് പേര് ഫോട്ടോകളൊക്കെ എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ പാട്ടിട്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഉള്ളിലോട്ട് വരുമ്പോൾ മനോഹരമായ റോസപ്പൂക്കൾ കൊണ്ടുള്ള ഒരു വലിയ ആർച്ച് വെച്ചിരിക്കുന്നത് കാണാം.
കയറി വരുമ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഓർക്കിഡുകളുടെ കൂട്ടമാണ്. വിവിധങ്ങളായ ഓർക്കിഡുകളുടെ കൂട്ടമാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. അതിനുശേഷം ഊട്ടിയുടെ ഒരു മനോഹാരിത, നമ്മൾ ഊട്ടിയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ കാണുന്ന ആ ഫൗണ്ടനും അതിൻ്റെ സെറ്റിങ്സൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഊട്ടി പാലസ് അതുപോലുള്ള സംഭവങ്ങൾ, ഊട്ടിയുടെ ഒരു ഫുൾ മനോഹാരിത. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ISRO, അങ്ങനത്തെ ഒരുപാട് കാഴ്ചകളാണ് ഇവിടെ നമുക്കുള്ളത്. മനോഹരമായ ചർച്ചാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് വെറൈറ്റി പൂക്കളുടെ ഒരു കളക്ഷനാണ്.